ഈ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കുറേ വിവാദ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമാണ് മാരിയോ ജോസഫിന്റെയും ജിജി ജോസഫിന്റെയും പ്രശ്നം, കുടുംബ പ്രശ്നം. അപ്പൊ ഇന്നലെ ജിജി പറഞ്ഞു അത് കുടുംബ പ്രശ്നമല്ല, പ്രൊഫഷണൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാൽ അത് കുടുംബ പ്രശ്നം തന്നെയാണ്. അപ്പന്റെ അഭിപ്രായത്തിൽ എന്താ ഇപ്പൊ അപ്പന് പറയാനുള്ളത്? എൻ്റെ അഭിപ്രായം, മനുഷ്യൻ എന്ന് പറയുന്ന ഈ സൃഷ്ടിയില് അവൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഭാഗം മനസ്സാണ്. മനസ്സിന് ഏതെങ്കിലും ആഘാതം സംഭവിച്ചാൽ, മനസ്സ് തെറ്റിപ്പോയാൽ, മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയാതെ ആയാൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യവും സംഭവിക്കാം. അത് ഒരു പക്ഷേ വലിയവനോ ചെറിയവനോ അല്ലെങ്കിൽ പുരോഹിതനോ പുരോഹിത അല്ലാത്തവർക്കോ എല്ലാം ഒരുപോലെ ഉള്ള ഒന്നാണ് മനസ്സ്. ആ മനസ്സിന് ഏൽക്കുന്ന ആഘാതമാണ് ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതാർക്കുണ്ടാകുന്നു, എപ്പോഴുണ്ടാകുന്നു എന്നൊന്നും പറയുവാൻ കഴിയില്ല. മനസ്സ് തെറ്റിക്കഴിഞ്ഞാൽ ആ ജീവിതം മുഴുക്കെ തെറ്റായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഇന്നലെ വരെ നല്ലവനായി കണ്ട ഒരു മനുഷ്യൻ ഇന്ന് അങ്ങനെയുള്ള അല്ലാത്തൊരവസ്ഥയിൽ കാണുമ്പോൾ ബുദ്ധിജീവികൾക്ക് അല്ലെങ്കിൽ സഹജീവികൾക്ക് അതൊരു കാര്യങ്ങളും പരിഹാസവുമായിട്ടൊക്കെ തോന്നും. അവര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതും സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാം. അതവരുടെ മാനസികമായ വ്യത്യാസങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം. പരിഹാരം എന്ന് പറയുന്നത്, ഒരു ഡോക്ടർ രോഗിയായാൽ മറ്റൊരു ഡോക്ടറുടെ സഹായവും ചികിത്സയും ഉപദേശവും ആവശ്യമാകുന്നത് പോലെ തന്നെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ അവർക്ക് കൗൺസിലിംഗ് ആവശ്യമാണ്, അവർക്ക് ഉപദേശം ആവശ്യമാണ്, അവർക്ക് ആരുടെയെങ്കിലും സഹായം ആവശ്യമാണ്. അങ്ങനെയുള്ള സഹായം കൊണ്ട്, സഹകരണം കൊണ്ട്, ഉപദേശം കൊണ്ട്, കൗൺസിലിംഗ് കൊണ്ട് ഇത് ശരിയാകുവാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ആ ഒരു കുടുംബം ശിഥിലമായി പോകരുത്. കുടുംബം എല്ലാം ഏറ്റവും പ്രധാനം അല്ലേ? ആണല്ലോ. അതെ, ഏറ്റവും വലുതല്ലേ കുടുംബം? കുടുംബ ബന്ധങ്ങൾ. അതെ. ആ കുടുംബ ബന്ധത്തെ ഏതെങ്കിലും ഒരു സമയത്ത് ശിഥിലമാക്കപ്പെട്ടു എന്ന് തോന്നിയാൽ സഹജീവികൾ അതിനെ ഒരു പരിഹാസ വിഷയമാക്കി തീർത്ത് അത് വലുതാക്കി ആ കുടുംബത്തെ തകർത്ത് കളയുവാൻ ശ്രമിക്കാതെ അവരെ സഹായിക്കുവാൻ എങ്ങനെ കഴിയും എന്നുള്ളത് ചിന്തിക്കുന്നതാണ് ഉചിതം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ.